ഹരി ഓം. 47-ാമത്തെ സ്തുതി അംശുമാൻ്റെ കപിലസ്തുതി. ഇത് ഭാഗവതത്തിൽ 9-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായം 22 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ. ഹരിചന്ദ്രപുത്രനായ രോഹിതൻ്റെ പുത്രനാണ് ഹരി. ഹരിയുടെ പരമ്പരയിൽ ചമ്പാപുരി നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. ആ പരമ്പരയിലെ ബാഹുകൻ ശത്രുക്കളാൽ രാജ്യം അപഹരിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പത്നിയോടുകൂടി കാട്ടിൽ പോയി. വൃദ്ധനായ ബാഹുകൻ മരിച്ചപ്പോൾ അദ്ദേഹത്തോടുകൂടി സതി ചെയ്യാൻ നിശ്ചയിച്ച ഭാര്യയെ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞ ഔർവൻ എന്ന ഋഷി തടഞ്ഞു. ഇതറിഞ്ഞ് സപത്നിമാർ അവളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു. ആ വിഷത്തോടുകൂടി ജനിച്ച പുത്രൻ ഈ വംശത്തിൽ സഗരനെന്ന് പ്രസിദ്ധനായ രാജാവും മഹായശസ്വിയുമായി. സാഗരം നിർമ്മിച്ചത് ഈ സഗരൻ്റെ പുത്രന്മാരാണ്. സഗരൻ ചക്രവർത്തിയായി അനേകം അശ്വമേധയജ്ഞങ്ങൾ അനുഷ്ഠിച്ചു. ദേവേന്ദ്രൻ അശ്വത്തെ അപഹരിച്ച് കപില മഹർഷിയുടെ മുമ്പിൽ കെട്ടിയിട്ട് സ്ഥലം വിട്ടു. സഗരന് സുമതിയിൽ പിറന്ന 60,000 പുത്രന്മാർ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് കുതിരയെ അന്വേഷിച്ചു നടന്നു. ഭൂമിയിലെങ്ങും കണ്ടില്ല. ഭൂമി കുഴിച്ചു നോക്കി. രസാതലം വരെ എത്തിയപ്പോൾ അശ്വത്തെ കണ്ടു. തൊട്ടടുത്ത് കണ്ണടച്ച് തപസ് ചെയ്യുന്ന കപിലമുനിയെയും കണ്ടു. അദ്ദേഹമാണ് കള്ളൻ എന്ന് കരുതി അദ്ദേഹത്തെ അവർ നിന്ദിച്ചു. മഹത് നിന്ദാഗ്നിയിൽ അവരെല്ലാം ചാമ്പലായിപ്പോയി. സഗരൻ്റെ മറ്റൊരു പത്നിയാണ് കേശിനി. ആ ദമ്പതിമാരുടെ പുത്രൻ അസമഞ്ജസൻ. അസമഞ്ജസൻ്റെ പുത്രനായ അംശുമാൻ രാജാവ് പറഞ്ഞതനുസരിച്ച് പിതൃസഹോദരന്മാർ കുഴിച്ച മാർഗത്തിലൂടെ കുതിരയെ അന്വേഷിച്ചു പോയി. അവരുടെ ചിതാഭസ്മത്തിനരികിൽ കുതിരയെ കണ്ടു. മഹാനായ അദ്ദേഹം അവിടെ ധ്യാനനിരതനായിരിക്കുന്ന കപിലമുനിയെ കണ്ട് വന്ദിച്ച് സ്തുതിച്ച് നമസ്കരിച്ചു. സ്തുതി കേൾക്കാം. അംശുമാനുവാച ന പശ്യതി ത്വാം പരമാത്മനോ ജനോ ന ബുദ്ധ്യതേധ്യാപി സമാധിയുക്തിഭിഃ കുതോ പരേ തസ്യ മനഃശരീരധീ വിസർഗസൃഷ്ട വയമപ്രകാശഃ യേ ദേഹഭാജസ്ത്രിഗുണപ്രധാന ഗുണാൻ വിപശ്യന്ത്യുത വാതമശ്ച യന്മായയാ മോഹിതചേതസസ്തേ വിദുസ്സു സംസ്തം ന ബഹിഃപ്രകാശാഃ തം ത്വാമഹം ജ്ഞാനഘനം സ്വഭാവ പ്രധ്വസ്തമായ ഗുണഭേദമോഹൈഃ സനന്ദനാദ്യൈർമുനിഭിർവിഭാവ്യം കഥം ഹി മൂഢഃപരിഭാവയാമി പ്രശാന്തമായ ഗുണകർമ്മലിംഗം അനാമരൂപം സദസദ്വിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമാമഹേ ത്വാം പുരുഷം പുരാണം ത്വന്മായാരചിതേ ലോകേ വസ്തുബുദ്ധ്യാ ഗൃഹാദിഷു ഭ്രമന്തി കാമലോഭീഷ്യ മോഹവിഭ്രാന്തചേതസ അദ്യ നഃ സർവഭൂതാത്മൻ കാമകർമ്മേന്ദ്രിയാശയ മോഹപാശോ ദൃഢച്ഛിന്നോ ഭഗവംസ്തവ ദർശനാത്. വിധാതാവ് പോലും ഇന്നേ വരെ യത്നിച്ചിട്ടും തന്നിൽ നിന്നതീതനായ ഭഗവാനെ
സമാധി കൊണ്ട് സാക്ഷാത്കരിക്കുകയോ യുക്തി കൊണ്ട് അറിയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ബ്രഹ്മാവിൻ്റെ മനസ്സ്, ശരീരം, ബുദ്ധി എന്നിവയാൽ സൃഷ്ടിക്കപ്പെട്ട മറ്റ് ജീവികളുടെ, വിശേഷിച്ച് അജ്ഞാനികളായ ഞങ്ങളുടെ അറിവ് എത്ര തുച്ഛമാണ്. ത്രിഗുണപ്രധാനന്മാരായ ജീവജാലങ്ങളെല്ലാം യാതൊരാളുടെ മായയാൽ മോഹിതരും അതുകൊണ്ടുതന്നെ ബഹിർമുഖരുമായി അവരവരിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും സർവന്തര്യാമിയായ ഭഗവാനെ അറിയുന്നില്ല. ജാഗ്രസ്വപ്നാവസ്ഥകളിൽ വെറും വിഷയങ്ങളെയും സുഷുപ്തിയിൽ കേവലം അന്ധകാരത്തെയും കാണുന്നു. ജ്ഞാനം മൂർത്തീഭവിച്ചവരും സ്വാഭാവികമായി തന്നെ മായാഗുണങ്ങൾ കൊണ്ടുള്ള ഭേദമോ മോഹമോ ഇല്ലാത്ത തന്താതി യോഗീശ്വരന്മാരാൽ മാത്രം ഭാവന ചെയ്യപ്പെടാൻ കഴിയുന്നവനായ ആ ഭഗവാനെ മൂഢനായ ഞാൻ എങ്ങനെ ഭാവന ചെയ്യും? ശാന്തസ്വഭാവ, മായയാൽ ഗുണങ്ങളും കർമ്മങ്ങളും സ്വപ്നങ്ങളും സ്വീകരിക്കുന്നവനും വാസ്തവത്തിൽ നാമരൂപരഹിതനും കാര്യകാരണാതീതനും ലോകത്തിൽ ആത്മതത്വം പ്രകാശിപ്പിക്കുന്നതിന് രൂപമെടുത്തവനും പുരാണ പുരുഷനുമായ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. കാമം, ലോഭം, ഈർഷ്യ, മോഹം എന്നിവയിൽ വിക്ഷിപ്ത ചിത്തരായി ജീവജാലങ്ങളെല്ലാം ഭഗവാന്റെ മായാരൂപ വിലാസമായ ലോകത്തിൽ ഗ്രഹാദികളിൽ വാസ്തവമില്ലെങ്കിലും വാസ്തവമുണ്ടെന്ന ബുദ്ധ്യാ ഭ്രമിക്കുന്നു. സർവഭൂതാത്മൻ കാമം, കർമ്മം, ഇന്ദ്രിയങ്ങൾ എന്നിവയ്ക്കെല്ലാം ആശ്രയവും രൂഢമൂലവുമായ ഞങ്ങളുടെ മോഹമാകുന്ന പാശം അങ്ങയുടെ ദർശനത്താൽ ഇപ്പോൾ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ കപിലൻ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പറഞ്ഞു, വത്സ, പിതാമഹൻ്റെ യജ്ഞസംബന്ധിയായ ഈ കുതിരയെ തിരികെ കൊണ്ടുപോയിക്കോളൂ. ദഹിക്കപ്പെട്ട അങ്ങയുടെ പിതാമഹന്മാർ പരിശുദ്ധമായ ഗംഗാജലം അർഹിക്കുന്നു, മറ്റൊന്നും അർഹിക്കുന്നില്ല. അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് പ്രസാദിപ്പിച്ച് അംശുമാൻ കുതിരയെ കൊണ്ടുപോന്നു. സകരൻ ആ കുതിരയെ കൊണ്ട് അശ്വമേധം പൂർത്തിയാക്കി. ഓം നമോ ഭഗവതേ വാസുദേവായ.